ഹലോ ഫ്രണ്ട്സ്, വൈകുന്നേരം ഒന്ന് വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നേ. ഇത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു ഫ്ലവറിൻ്റെ കടയാണ് കേട്ടോ. ഇവിടെ എപ്പോഴും ഇങ്ങനെ പല വെറൈറ്റീസിലുള്ള മാലകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവേ. എനിക്കാണെങ്കിൽ പൂക്കൾ പണ്ടേ ഒരു വീക്ക്നെസ് ആണ്. അത്ര ഇഷ്ടമാണ് എനിക്ക് പൂക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചെടികൾ വളർത്താനായാലും പൂക്കൾ, മുല്ലപ്പൂവൊക്കെ തലയിൽ ചൂടാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ വെറൈറ്റി ഡിസൈനിൽ ഇവർ ഉണ്ടാക്കി വെച്ച മാലകളൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കി വെക്കാറുണ്ട് കേട്ടോ. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കൊക്കെ എപ്പോഴും പൂജയും ഉത്സവങ്ങളും എപ്പോഴും ഒരു സെലിബ്രേഷൻ മൂഡാണ് മഹാരാഷ്ട്രക്കാർക്ക്. വീടുകളിലൊക്കെ എപ്പോഴും പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും മാലയും പൂക്കളും ഇവർക്ക് ഒരു ഡെയിലി വേണ്ടുന്നൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വന്ന് ഇതൊക്കെ ഇങ്ങനെ നോക്കി, എല്ലാവരും വേറെ വേറെ ഡിസൈനിൽ. അതുപോലെ തന്നെ ഇവരുടെ അടുത്ത് കളർ കോമ്പിനേഷനെല്ലാം കാണാൻ നല്ല രസമുണ്ട്. നല്ല നമുക്ക് കാണുമ്പോൾ നല്ല രസമല്ലേ. അങ്ങനെ ഞാൻ നടന്ന് പോയപ്പോൾ ഇതാ രക്ഷാബന്ധൻ രാഖികളൊക്കെ കുറേ വന്നിട്ടുണ്ട്. എല്ലാ രാഖികളും ഒന്നിനൊന്ന് അടിപൊളിയായിട്ടുള്ളതായിരുന്നു കേട്ടോ. പല റേറ്റിലുള്ള രാഖികൾ നമുക്ക് വാങ്ങാൻ കിട്ടും. 5 രൂപ 10 രൂപ ഒക്കെയാണെന്ന് തോന്നുന്നു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. പിന്നെ എത്ര വരെ ഉണ്ടെന്ന് അറിയില്ല, പക്ഷെ നല്ല പൈസേൻ്റെ രാഖികൾ വരെ കിട്ടാനുണ്ട് കേട്ടോ മാർക്കറ്റിൽ. അപ്പോൾ ഇതൊക്കെ സാധാരണ രാഖികളാണ്. ഒരു 10 രൂപ 15 രൂപ 20 രൂപയൊക്കെ വരുന്ന രാഖികളാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ നിങ്ങൾ, ഇതിൻ്റെ ഓരോന്നിൻ്റെ ഡിസൈൻ വേറെ വേറെയാണ്. പിന്നെ ഇതുപോലെ പാക്കറ്റിൻ്റെ അകത്ത് വരുന്ന രാഖികളുണ്ട്. ഇതൊക്കെ കുറച്ച് റേറ്റ് കൂടിയതായിരിക്കുമേ. അപ്പോൾ ഇതിൻ്റെ ഐതിഹ്യം എല്ലാവർക്കും അറിയുന്നതല്ലേ. നമ്മുടെ സഹോദരന്മാർക്ക് കെട്ടിക്കൊടുക്കുന്ന രാഖിയാണിത്. രക്ഷാബന്ധൻ്റെ ദിവസം, അതായത് ഒരു സഹോദരനായിട്ട് ഞാൻ എന്നും നിന്നെ സംരക്ഷിച്ചോളാം എന്നുള്ളൊരു വാഗ്ദാനമാണ് കേട്ടോ ഈ രക്ഷാബന്ധൻ്റെ അന്ന് നമ്മൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ അവിടുന്ന് നേരെ നടന്നു പോയി. പിന്നെ കുറച്ച് സ്നാക്സ് വാങ്ങാം വൈകുന്നേരത്തെ ചായക്കെന്ന് വിചാരിച്ചിട്ട് തൊട്ടടുത്തുള്ള ഒരു സ്നാക്സ് കടയിലേക്കാണ് പോയത്. അവിടെ പൊട്ടാറ്റോ ബജ്ജി, സമൂസ, വടാപ്പാവ്, അതുപോലെ തന്നെ ഇതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അതും വാങ്ങിയിട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നല്ല മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചാറ്റൽ മഴയത്ത് ഞാൻ നേരെ വീട്ടിലെത്തിയിട്ട് ഇതൊക്കെ